കഴിഞ്ഞ വീഡിയോയിൽ വിയറ്റ്നാമിലുള്ള കരയിലും വെള്ളത്തിലുമായിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ഇനിയും കാണാൻ പോകുന്നത്, അതായത് ജനുവരി 1, 2026 നമ്മൾ ആദ്യമായിട്ട് വിയറ്റ്നാമിലുള്ള, അതായത് ഡനാങ് എന്നുള്ള സ്ഥലത്തുള്ള ബാന ഹിൽസിലോട്ടുള്ള യാത്രയിലാണ് കേട്ടോ. രാവിലെ തന്നെ നമ്മൾ പുറപ്പെട്ടു. ആ ബാന ഹിൽസിൽ കുറേ നേരം സ്പെൻഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു രാവിലെ തന്നെ റെഡിയായിരിക്കണം. നമ്മൾ താമസിക്കുന്നിടത്തു നിന്ന് ഏകദേശം ഒരു 1.5-2 മണിക്കൂറോളം ട്രാവലുണ്ട് കേട്ടോ. പുള്ളി അന്നേരം നമ്മളെ പിക്ക് ചെയ്യാനുള്ള ഡ്രൈവർ രാവിലെ തന്നെ വന്നു. നമ്മൾ റെഡിയായിരിക്കുമായിരുന്നു. പിന്നെ ഏകദേശം പറഞ്ഞല്ലോ 2 മണിക്കൂറോളം ഉള്ള പിന്നെ കാറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ചുറ്റുപാടുമുള്ള കുറേ കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഈ വിയറ്റ്നാം എന്ന് പറയുന്നത്. നല്ല രസമാണ്, നല്ല പച്ചിപ്പാണ് മൊത്തവും. പിന്നെ ഇവിടെ ക്ലൈമറ്റും വലിയ കുഴപ്പമില്ല. കാരണം നമ്മൾ തായ്ലൻഡിൽ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ചൂടായിരുന്നു. ഇവിടെ വന്നപ്പം ക്ലൈമറ്റ് കുറേശ്ശെ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. മാത്രമല്ല നല്ല പിന്നെ ചുറ്റുപാടും കാണാനും കുറച്ചും കൂടെ എനിക്ക് പേഴ്സണലി ചോദിക്കുവാണെങ്കിൽ എനിക്ക് വിയറ്റ്നാമാണ് ഒന്നും കൂടെ ഇഷ്ടമായത്. ഞാൻ ഫുഡിൻ്റെ കാര്യം പറയുന്നില്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ പിന്നെ അല്ലാതെയുള്ള കാഴ്ച വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്ന് നമ്മൾ ഇതുപോലക്ക് ബാന ഹിൽസിൻ്റെ ആ ഒരു എൻട്രൻസിൽ വന്നു. ഇനി തുടർന്ന് അവിടെയുള്ള കുറച്ച് കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ മ്യൂസീഷ്യൻസിൻ്റെ ഒക്കെയാണ് ഇത് ഇങ്ങനെ ഓരോന്നൊക്കെ വെച്ചിരിക്കുന്നത്. അതിൻ്റെയൊക്കെ എന്തൊക്കെയോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ അതിനകത്തോട്ട് കയറുമ്പോൾ ഉള്ള കാഴ്ചകളാണ് കേട്ടോ. എല്ലാം നല്ല രസമാണ് കേട്ടോ, നല്ല ഭംഗിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് കുറേ ഉണ്ട് നടക്കാൻ, എന്നാൽ കൂടെ അങ്ങനെ നടക്കുന്നതിൻ്റെ ക്ഷീണമൊന്നും അറിയത്തില്ല. കാരണം നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണല്ലോ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മുന്നേ അറിയില്ലല്ലോ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ് അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നുള്ള വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും നടക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നടക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ വെളിയിലോട്ടൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായി കേബിൾ കാറിൻ്റെ സംഭവങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ പേയ്മെൻ്റ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഓൺലൈൻ തന്നെ ഇത് പേയ്മെൻറ്റ് നമുക്ക് ചെയ്യാം. അങ്ങനെ ഇതിൻ്റെയൊക്കെ പേയ്മെൻറ്റ് അവൻ നേരത്തെ തന്നെ ഓൺലൈൻ ചെയ്തിരുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ക്യൂ നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പറഞ്ഞ് നമ്മൾ ഒരു കേബിൾ കാറിൽ കയറിയൊക്കെ നിൽക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങോട്ട് ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇപ്പം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ പതുക്കെ ഒരു ചെറിയൊരു പേടി, എവിടുന്നോ ഉള്ളിൽ നിന്നൊരു ആന്തൽ എന്നൊക്കെ പറയത്തില്ലേ, അതുപോൽക്ക്. കാരണം താഴോട്ടങ്ങോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുന്ന ഉടനെ നമ്മളങ്ങ് ആകാശത്തോട് ഇങ്ങനെ അങ്ങ് പറക്കുമല്ലേ, പറന്ന് ഇങ്ങനെ പോവുക. പറക്കുക എന്ന് പറയാൻ പറ്റത്തില്ല, കേബിൾ കാറിൽ കൂടെയുള്ള യാത്ര. നമ്മളിപ്പം ഫ്ലൈറ്റിലൊക്കെ ഇഷ്ടംപോലെ കയറിയിട്ടുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ താഴോട്ടുള്ള കാഴ്ചകളൊന്നും കാണുന്നില്ലല്ലോ. നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് സൈഡിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ താഴോട്ട് നോക്കിയാൽ അത്ര വലിയ പേടിക്കാനൊന്നുമില്ല. പക്ഷേ ഈ കേബിൾ കാറിൽ കൂടെ പോകുമ്പോൾ കുറച്ചൊരു പേടിയൊക്കെ വരും. ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കുറച്ചൊരു പേടിയുണ്ട്. പക്ഷേ പോകെ മാറി കേട്ടോ, ആ പേടിയൊക്കെ മാറി. താഴോട്ട് കണ്ടില്ലേ എന്ത് രസമാണെന്നറിയാമോ, ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു അരുവികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് കണ്ടോ, ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. എൻ്റെ മുഖം കണ്ടാൽ അറിയാമല്ലോ പേടിയൊന്നും ഇല്ലെന്ന്. കണ്ടില്ലേ, ഞാനിതിനപ്പുറത്തെ എല്ലാം ചാടിക്കിടന്നവനാണ് എന്നൊക്കെ പറയുന്നവനാണ് എൻ്റെ ഒരവസ്ഥ. ഇതൊക്കെ കണ്ട് അവസാനം നമുക്ക് എല്ലാത്തിലും കയറിയും പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ കഴിയുമ്പോൾ നമുക്കതൊന്നും വലിയ വിഷയമായിട്ട് തോന്നത്തില്ല. പിന്നെ ഇതിനകത്ത് പിന്നെ കുറേ നടക്കാനൊന്നും ഇല്ലല്ലോ, പിന്നെ അങ്ങ് ചെന്നിട്ടേ ഉള്ളൂ കേട്ടോ നടക്കാൻ. ഇപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഇരുന്നാൽ മതിയല്ലോ, അതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല. കാഴ്ചകളൊക്കെ കണ്ട്, അതും മിനിറ്റിനാണ് ഓരോ കേബിൾ കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തുരേ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു 5-6 കേബിൾ കാർ നമ്മൾ മാറി കയറി ഒരു പിന്നെ മൗണ്ടനിൽ നിന്ന് അങ്ങേ മൗണ്ടനിലോട്ട് എല്ലാം കേബിൾ കാർ ത്രൂ ആണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത്. ഇത് കണ്ടോ, ആ ഒരു സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു പേടി വരും കേട്ടോ. കാരണം അതിനകത്തൂടെ കയറി ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരു വല്ലാത്തൊരു സൗണ്ട് കേൾക്കും. അത് വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ കൂടെ അതിനകത്തോട്ട് കയറുമ്പോൾ എന്തോ ഒരു താഴോട്ട് വീഴാൻ പോകുന്ന പോലുള്ളൊരു ഫീലിംഗ് വരും, അത്രയേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ കാഴ്ചകളും ഒക്കെ കണ്ട് ഇങ്ങനെ ഇരുന്ന് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ഡെസ്റ്റിനേഷൻ ഉണ്ട് കേട്ടോ. ഇതായത് നമ്മൾ ഈ കയറുമ്പോൾ മുതൽ ഓരോരുത്തരടുത്തോട്ട് ഈ ഒരു കേബിൾ കാർ ചെന്നിറങ്ങുന്നത് ഒരു സ്ഥലത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം
അവിടുന്ന് അടുത്ത നമ്മൾ പിന്നെ മെട്രോ ഒക്കെ പിടിക്കത്തില്ല, അതുപോലെ തന്നെ അടുത്ത സ്റ്റേഷനിലോട്ട് അടുത്ത കേബിൾ കാറിൽ കയറിയിട്ട് ഇങ്ങനെ പോകുന്നു. ഇത് കണ്ടില്ലേ, അവിടെ ചെന്നിറങ്ങിയതിന് ശേഷമുള്ള കാഴ്ചകളാണ്. എന്ത് ഭംഗിയാണെന്നറിയാമോ? നമ്മൾ ആ ഒരു അത്രയും മേലെ നിന്നിട്ട് താഴോട്ടങ്ങോട്ട് നോക്കുന്ന ഉടനെ നമുക്ക് എന്താ പറയുക, നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ കാണാൻ കഴിയുമോ എന്ന് നമ്മൾ സംശയത്തോടെ നോക്കിക്കണ്ടിരുന്ന ഒരു സംഭവം, നമ്മളത് കണ്ടതിന് ശേഷം നമ്മുടെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ഒരു സ്ഥലം. ഞാൻ ഒരിക്കലും മറക്കത്തില്ല ഈ ഒരു കാഴ്ചയൊക്കെ കേട്ടോ. എന്ത് രസമാണെന്നറിയാമോ? ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതും അങ്ങ് മേലെ അങ്ങ് ചെല്ലുമ്പോഴത്തേന് നല്ല ഒരു തണുപ്പും അതുപോലെ തന്നെ ചുറ്റുപാടുമുള്ള കാഴ്ചകളും എല്ലാം കൂടെ ആകുമ്പോഴത്തേന് എന്താ പറയുക, ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ കാണാൻ. ഇത് അവിടെ അകത്ത് കയറുമ്പോൾ ഉള്ള നമ്മുടെ വീഗാലാൻഡിലൊക്കെ പോകുമ്പോൾ ഉള്ള കുറേ അതൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഗെയിംസും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ദുബായിൽ പിന്നെ ദുബായ് ഫെസ്റ്റിവലിലൊക്കെ, ദുബായ് ഫെസ്റ്റിവലല്ല, ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിലൊക്കെ പോകുമ്പോൾ അവിടെ ഉള്ള കുറേ കളികളൊക്കെ ഉണ്ടല്ലോ, അതുപോലൊക്കെയൊക്കെയാണ്. അതൊന്നും എനിക്ക് വലുതായിട്ടൊന്നും വലിയ ഇതായിട്ട് തോന്നിയില്ല. പക്ഷേ ഇതിനകത്ത് അവർ നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ഓരോ കാര്യവും എന്താ പറയുന്നത്, നമുക്കൊന്ന് കാണേണ്ട കാഴ്ചയാണ്. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് കാണുന്നതല്ലോ, ഇപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് കാണുന്ന പോലല്ല, നമ്മൾ നേരിട്ട് അനുഭവിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സൗന്ദര്യമാണ്. ഈ ബാനാ ഹിൽസിൻ്റെ ഒരു ചരിത്രമെന്ന് പറഞ്ഞാൽ 19-ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് കോളനി വാഴ്ചക്കാലത്ത് ഒരു ഹിൽ സ്റ്റേഷനായി വികസിപ്പിച്ചെടുത്തതാണ് ഈ ഒരു ബാനാ ഹിൽസ്. സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഇവിടം. അതുകൊണ്ട് തന്നെ തണുത്ത കാലാവസ്ഥ കാരണം ഫ്രഞ്ചുകാർ ഇതൊരു വിശ്രമ കേന്ദ്രമായി ഉപയോഗിച്ചു എന്നതാണ് ഇതിൻ്റെ ഉള്ള ഒരു ഹിസ്റ്ററി. അടുത്തത് നിങ്ങൾ ഈ കാണുന്നത് ബിയർ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇത് ബിയർ നിർമ്മാണ കേന്ദ്രമാണ്. അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പല രീതിയിൽ ബിയർ ഉണ്ടാക്കുന്നതും പല ഫ്ലേവറിലുള്ള ബിയറും ഒക്കെ ഇവിടെ കിട്ടും. അങ്ങനെ മലമുകളിലെ ഈ ഒരു എന്താ പറയുക, സ്വർഗമെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സ്വർഗത്തിലൂടെ കുറേ നേരം നമുക്ക് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യാം. അതിനുശേഷം ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ് ഗോൾഡൻ ബ്രിഡ്ജ്. അതും ഇതിനകത്ത് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഓരോ ഇങ്ങനെ കാണുന്നില്ല ഓരോ കെട്ടിടം പോലെ, അതൊക്കെ ഓരോ കോളനി ആയിട്ടാണ് കേട്ടോ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. ഫ്രഞ്ച് കോളനി എന്നൊക്കെ പറഞ്ഞില്ല, അങ്ങനെ ഓരോ കോളനിയായിട്ട് ഇതുപോലത്തെ നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് കുറേ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുപോകാം. ഇതിപ്പോൾ അടുത്ത ഒരു കേബിൾ കാറിൽ നമ്മൾ കയറിയിട്ട് ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ് കേട്ടോ. ഇനി അടുത്തത് പോകുന്നത് ആ ഗോൾഡൻ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ സ്ഥലത്തു നിന്ന് ഓരോ സ്ഥലത്തോട്ട് നമ്മൾ ഓരോ കേബിൾ കാർ ത്രൂ പോകണം. ഇതിനിടയ്ക്ക് തന്നെ പിള്ളേർ ഇതുപോലെ ഒന്ന് അവിടുത്തെ ഒരു റൈഡിന് പോയി. പിന്നെ അതിൻ്റെ ഒന്നും ഈ പറഞ്ഞ പോലെ നമുക്ക് റൈഡിനൊക്കെ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. അപ്പം വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ പോയി ഞാനും ഹസ്ബൻഡും പോയില്ല, പിള്ളേർ മാത്രമേ പോയിട്ടുള്ളൂ. അങ്ങനെ അവർ അതിനൊക്കെ പോയിട്ട് വന്നു. അപ്പോഴത്തേക്ക് ഞങ്ങളവിടെ കുറച്ച് നേരം കുറച്ച് നേരം അതിനകത്ത് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഇങ്ങനെ എന്താ പറയുക, അവിടെ മൊത്തവും ഇങ്ങനെ ഒരു മാജിക്കൽ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ്. അടുത്തത് കണ്ടോ, ഇതാണ് ഗോൾഡൻ ബ്രിഡ്ജ്. പ്രസിദ്ധമായ ഗോൾഡൻ ബ്രിഡ്ജിൻ്റെ കാഴ്ചകളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ ഒരു ബാനാ ഹിൽസിലെ വിസ്മയിപ്പിക്കുന്ന ഒരു കാൽനടപ്പാലമാണ് ഈ ഒരു ഗോൾഡൻ ബ്രിഡ്ജ്. ഭയങ്കര പ്രസിദ്ധമാണ് ഇത്. ഞങ്ങൾ പോകുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ഗോൾഡൻ ബ്രിഡ്ജിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളിനകത്തൊക്കെ നോക്കി. അപ്പോൾ കുറേ നല്ല റിവ്യൂസ് കണ്ടു. ഈ ഒരു ഗോൾഡൻ ബ്രിഡ്ജ് നല്ല രസമാണ് കേട്ടോ, ഭയങ്കര രസമാണ്. ഇത് 2017 ജൂലൈയിൽ നിർമ്മാണം തുടങ്ങി 2018 ജൂണിൽ തുറന്നു കൊടുത്തതാണ്. അതായത് 150 മീറ്റർ നീളമുണ്ട് ഈ ഒരു പാലം. കൂറ്റൻ കല്ല് പോലെയുള്ള 2 കൈകളാണ്. ഈ ഒരു കൈകൾ താങ്ങി നിർത്തുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നല്ലൊരു എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇവിടെ വരാതെ ആരും പോകത്തില്ല. ഡനാങ്ങിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് വരാതെ ആരും തിരിച്ചു പോകത്തില്ല, കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്.
രണ്ട് കൈയിൽ ഇങ്ങനെ താങ്ങി നിർത്തിയേക്കാണ്. നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ? രണ്ട് കൈകളിൽ താങ്ങി നിർത്തിയേക്കുന്ന പോലെയാണ് അതിൻ്റെ ഒരു രൂപകൽപ്പന ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ. അവിടെ നിന്നുള്ള കാഴ്ചകളും ഭയങ്കര രസമാണ്. ഇതൊക്കെ ഭയങ്കര എന്താ പറയുക, എല്ലാ വിനോദസഞ്ചാരികളും വരുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ് ഈ ഒരു ബാന ഹിൽസും ഈ ഒരു ഗോൾഡൻ ബ്രിഡ്ജും. അപ്പോൾ ഏതായാലും ഇവിടെയൊക്കെ ഒന്ന് പോയി ഇതുപോൾക്ക് കാണാനുള്ളൊരു ഭാഗ്യം ഈ പറഞ്ഞ പോലെ കിട്ടി. അവിടെ തന്നെ ചെറിയ ചെറിയ സ്നാക്സും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വിശക്കുമ്പോൾ ഒക്കെ പിന്നെ നമ്മൾ പോയിട്ട് നമുക്ക് കഴിക്കാനും ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങ് പൂന്തോട്ടമാണ്, മൊത്തവും പൂന്തോട്ടവും ഇതുപോലെ തന്നെ ഓരോരോ രീതിയിൽ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. എന്ത് രസമാണെന്നറിയാം. അതിനകത്തുനിന്ന് നമുക്ക് ഇങ്ങനെ ഉടനെ ഒന്നും പോകാൻ തോന്നത്തില്ല. അത്രയ്ക്ക് അത് ക്ലൈമറ്റും നല്ലതാണ്. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാനേ തോന്നത്തില്ല. അങ്ങനെ ഓരോന്നിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇത് കണ്ടില്ലേ, അവിടെ ഞാൻ പറഞ്ഞല്ലോ ഫുഡൊക്കെ ഉണ്ടെന്നുള്ളത്. അത് നമുക്കിഷ്ടമുള്ളത് പോയി കഴിക്കുകയൊക്കെ ചെയ്യാം. ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ ആ ഒരു ഗാർഡനിൽ നിന്നിട്ട് അങ്ങനെ എടുത്ത കുറേ കാഴ്ചകളാണ്. എന്തായാലും മനോഹരമായിരുന്നു. പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുന്നോണ്ടേ ചുറ്റുപാടും ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ, ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ പറയുന്ന പോലെ. ഏതായാലും ആ ഭൂമിയിലിരുന്നുകൊണ്ട് തന്നെ ആ സ്വർഗത്തിലൊന്ന് കയറാനുള്ള ഒരു ഭാഗ്യം എന്തായാലും കിട്ടി. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കൂറ്റൻ ബുദ്ധയുടെ പ്രതിമയാണ് കേട്ടോ. ഈ ഒരു ബുദ്ധ പ്രതിമ ഈ ഒരു ബാന ഹിൽസിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ്. ഈ ഒരു ബുദ്ധ പ്രതിമയുടെ ശാക്യമുനി ബുദ്ധൻ്റേതാണ് ഈ ഒരു പ്രതിമ. അപ്പോൾ ഇന്നത്തെ കാഴ്ച ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.